നമ്മുടെ ജീവിതം ഇതുകൊണ്ടല്ല. ദൈവത്തെ അറിഞ്ഞ് മുന്നോട്ട് പോയി ഇനിയുള്ള ദിവസങ്ങളൊക്കെ, ഇനിയുണ്ട് സമയം. ഇനിയും നമ്മൾ വെടുപ്പാക്കി വൃത്തിയാക്കി ഇനിയും നമ്മുടെ ഹൃദയത്തെ ആക്കി തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ഇനിയും സമയമുണ്ട്. അവസാന കാലങ്ങൾ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുന്നു. അന്തിമ കാലമാണ്. നമ്മൾ ഇനിയും സമയമുണ്ട്. തമ്പുരാൻ സന്നിധി ഇനിയും വിളിച്ച് പ്രാർത്ഥിച്ചാൽ തമ്പുരാൻ കേൾക്കും. സമയം പ്രായപരിധിയൊന്നുമില്ല ദൈവത്തെ വിളിക്കാം. നീ ഹൃദയം തുറന്ന് തമ്പുരാനെ ആരെങ്കിലും സ്വരം ശ്രമിച്ച് വാതിൽ തുറന്ന് പറഞ്ഞാൽ അവനോട് കൂടെ അത്താഴം കഴിക്കുമെന്ന് പറഞ്ഞാൽ തമ്പുരാൻ ഫക്കായി അവസാന കാലമാണ് വന്നേ. തമ്പുരാൻ ചെറുപ്പമായിട്ടൊന്നും PhD ഒന്നും എടുത്താൽ തമ്പുരാൻ്റെ ഒരിക്കൽ പറഞ്ഞു പോകുന്നത് നമുക്ക് തമ്പുരാന് വേണ്ടി എന്തോ നമ്മുടെ ഹൃദയം. ആ ഹൃദയം തുറന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയാതെ സ്വയം നമ്മളിലേക്ക് ഹൃദയത്തിലെ തിരിഞ്ഞു നോക്കി നമ്മുടെ തെറ്റുകളെ മാറ്റി മറിച്ച് മറ്റുള്ളവരെ തെറ്റുകളെ തിരുത്തുവാൻ നമ്മളെ കൊണ്ട് പറ്റും. നമ്മളൊരു കണ്ണാടിയിലെടുത്ത് നോക്കുമ്പോൾ നമ്മുടെ കുറ്റം നമുക്കറിയാം. നമ്മളെ കണ്ട് മറ്റുള്ളവർ തെറ്റ് തിരുത്തണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കണം. പ്രകാശം ഉണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്താൻ പറ്റും. എന്നാൽ നമ്മൾ ഈ നിമിഷങ്ങളിൽ തമ്പുരാനോട് പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കണം. നല്ലവനായ സ്വർഗ്ഗപിതാവേ, ഈ വചനത്തിനോട് അനുസരിച്ച് ജീവിക്കുവാൻ ഈ മക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരങ്ങൾ കർത്താവേ ഇവരുടെ മേൽ ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് മക്കളെ ചൊല്ലി പാർപ്പെടുന്ന മാതാപിതാക്കൾ കർത്താവേ, ഇന്ന് മാതാപിതാക്കൾ ദൈവമേ ഇനിയൊരു കുഞ്ഞുങ്ങൾ എനിക്കില്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ദൈവമേ, ഈ ദേശം ദൈവമേ ഈ രാജ്യം ഇതോടെ അതപ്പതിക്കുവാണല്ലോ കർത്താവേ. ഈ മക്കൾ ദൈവമേ ആരോരും നോക്കിയിട്ട് ഉച്ചവരെ നോക്കാതെ ഉടവരെ നോക്കാതെ കർത്താവേ പിള്ളേരെ വളർത്തുന്ന ആ നിമിഷങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായി മാറുവാൻ ഈ മക്കളെ കൊണ്ട് പാർപ്പെടുന്ന മാതാപിതാക്കളുടെ നെടുവീർപ്പിട്ട് ഓടുവാണ് കർത്താവേ. ദൈവമേ ആഹാരമില്ല വസ്ത്രമില്ലാതെ കുഞ്ഞുങ്ങളെ എപ്പോൾ വരുമെന്നറിയാതെ ദൈവമേ കരഞ്ഞുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ ദൈവമേ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ പിതാവ് ഒരു നേരത്ത് ആഹാരമില്ലാതെ വസ്ത്രമില്ലാതെ ദൈവമേ ഈ വെള്ളക്കുഴിയിൽ കിടക്കുമ്പോൾ കർത്താവേ എന്നെ ആര് സഹായിക്കുമെന്ന് അറിയാതെ നിലവിളിക്കുന്നവരോട് മനസ്സരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ ഇന്ന് ആ ഗൾഫ് രാജ്യത്തിൽ ദൈവമേ തൂക്കാനിരിക്കുന്ന ദൈവമേ അവിടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ അഭിഷേകം അവളിലേക്ക് ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടെ മേൽ നിന്റെ തൂക്കാതല്ല കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് ദൈവമേ മാതാപിതാക്കളെ അനുസരിക്കാത്ത മക്കളെ ദൈവമേ അനാഥാലയം നിങ്ങൾ ഇന്ന് മുള പോലെ വളരുകയാണല്ലോ കർത്താവേ. ഈ മക്കൾക്കൊരു മാനസാന്തരം കൊടുക്കണം കർത്താവേ. എന്നെ പെറ്റു വളർത്തിയ മാതാവിനെ പിതാവിനെ അനാഥാലയത്തിലല്ല കൊണ്ടുവരേണ്ടതെന്ന് കർത്താവേ. ഇവർക്കൊരു മാനസാന്തരം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രജ ദൈവമേ വിദ്യാഭ്യാസം കഴിക്കാൻ നടക്കാത്ത പിള്ളേരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ദൈവമേ സ്കൂളുകളിൽ പോവാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവമേ ആ സ്കൂളിലേക്ക് പോകാൻ ബാഗ് മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഹാരമില്ലാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടവരാണ് കർത്താവേ.